അഡ്വക്കേറ്റ് സേനാപതി വേണു, ഞാൻ ചോദിച്ചതിൽ വല്ല തെറ്റുണ്ടോ? അല്ലേ, ഇവരിപ്പോ സംഘവുമായിട്ട് വരുന്നു, ഞാൻ ചോദിച്ച വല്ല തെറ്റുണ്ടോ? അല്ലേ, ഈ സംഗമത്തിൽ അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുകയല്ലേ വേണ്ടത്? അതല്ലേ പ്രധാനം? അല്ല, ഒന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാര് പ്രത്യയശാസ്ത്രപരമായിട്ട് അവിശ്വാസികളാണ്. ഈ അവിശ്വാസികൾക്ക് അങ്ങനെ വിശ്വാസികളുടെ ഒരു സംഗമം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആഗോള സംഗമം നടത്തേണ്ട ഒരു ആവശ്യവും ശബരിമലയിലില്ല. ഞാനൊരു ഒരു ചെറിയ ഒരു ചരിത്രം അങ്ങോട്ട് പറഞ്ഞത് അതൊന്ന് അവസാനിപ്പിക്കാം. ഇടുക്കി ഡാമിന്റെ നിർമ്മാണം നടക്കുക. അപ്പൊ അന്ന് ബാബു പോൾ ഞങ്ങളുടെ കളക്ടർ. അപ്പോ എഞ്ചിനീയർ ജോണ് സ്ഥലം കണ്ടെത്തി, കൊലുമ്പനും ഒക്കെ പോയി സ്ഥലമൊക്കെ കണ്ടെത്തി ഡാമിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ബാബു പോളിന്റെ മുമ്പിലെ ആദ്യത്തെ വെല്ലുവിളി പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട അയ്യപ്പൻ കോവിലെ അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പോൾ ബാബു പോൾ ഒരു വിശ്വാസിയൊക്കെ ആയതുകൊണ്ട് പുള്ളിയുടെ മനസ്സിൽ വലിയ ആശങ്കയായി. കാരണം ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ വെള്ളം കയറിയാൽ അയ്യപ്പൻ കോവിൽ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിപ്പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ ADM ആയിരുന്ന മോഹനചന്ദ്രൻ, നല്ല ഇദ്ദേഹത്തിന്റെ ഒരു സർവീസ് സ്റ്റോറി കഥ ഇതുവരെ എന്ന് പറയുന്ന ബാബു പോളിന്റെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ 81-ാമത്തെ പേജിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബാബു പോളിന് ഒരു സംശയം, കാരണം അയ്യപ്പ ക്ഷേത്രം മുങ്ങിപ്പോകുന്ന ഡാം വരുന്നത് അത് ഒരു വിശ്വാസിക്ക് ബുദ്ധിമുട്ടാണല്ലോ. അദ്ദേഹം മോഹനചന്ദ്രനോട് പറഞ്ഞു എന്താ ഇതിന്റെ ഒരു പരിഹാരം. അപ്പോൾ ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് മോഹനചന്ദ്രൻ തന്ത്രിമാരെയോ അല്ലെങ്കിൽ ആരെയോ കണ്ടു, ഇപ്പൊ ചോദിച്ചു അയ്യപ്പനെ അവിടെ നിന്ന് മാറ്റുന്നതിൽ അയ്യപ്പന് അഹിതമുണ്ടോ? ഒരു അഹിതവുമില്ല. അപ്പോൾ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട അയ്യപ്പൻ കോവിൽ ക്ഷേത്രമാണ് അവിടുന്ന് മാറ്റി ഇപ്പൊ സ്വരാജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ കട്ടപ്പന വഴി യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിലാകും, വഴി സൈഡിൽ ഇരിക്കുന്ന ക്ഷേത്രം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ശരിയാണ്, ഇപ്പൊ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ശബരിമലയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരുവാണെങ്കിൽ നമുക്കൊരു ആഗോള അയ്യപ്പ സംഗമം വിളിച്ചിട്ട് അയ്യപ്പന്മാരോട് പറയാം ഇങ്ങനെ ഒരു കാര്യവും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പോ ഒരാഗോള അയ്യപ്പ സംഗമം വിളിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഈ പമ്പയിലോ ശബരിമലയിലോ ഇല്ല. ഇത് വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. ഒറ്റ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ CPM-ന്റെ ഒരു വ്യതിചലനത്തെ കുറിച്ച് ഇപ്പോ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ തന്നെ നമ്മൾ കേട്ടാലാണ് മനസ്സിലുള്ളൂ. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയില്ലെന്നും വിശ്വാസികളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ കാലത്ത് മുന്നോട്ട് പോകാൻ MV ഗോവിന്ദൻ അന്ന് പറഞ്ഞത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അതിൽ വലിയൊരു വിഭാഗം വിശ്വാസികളെയും വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ള ജൈവിക സങ്കല്പങ്ങളെ, അത് ഗോവിന്ദ മാഷിന്റെ ഭാഷയിൽ തന്നെ പറയണം, ജൈവിക സങ്കല്പങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന ദാർശനിക പ്രപഞ്ചത്തെ ഇന്നത്തെ ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ ബദലായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. ആര് പറയുന്നു? ഗോവിന്ദ മാഷ് പറയുന്നു. നമുക്കും ആർക്കും മനസ്സിലാവില്ലാത്ത ഗോവിന്ദ മാഷമാരുടെ ഈ ആധുനികം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ്. അതിന്റെ അകത്ത് എന്താ പറഞ്ഞത്, ദൈവവിശ്വാസത്തിലേക്ക് വരുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല, അത് വ്യാജ കമ്മ്യൂണിസ്റ്റ് ആണ്. BT രാജീവ് പറഞ്ഞു. അപ്പൊ ഈ വ്യാജ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ചേർന്ന് അയ്യപ്പന്റെ പേര് സംഗമം സംഘടിപ്പിച്ച് ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാമെന്ന് സതീഷ് ബാബു, ഒരു പ്രശ്നവുമില്ല. 7-3-21 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ മാറ്റും, ഞങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരും, അയ്യപ്പന്മാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അവിടെ വേണ്ട രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും, അതിനി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് ഞാൻ സതീഷ് ബസുന്ദിനെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കാര്യത്തിൽ ഇപ്പൊ നടത്തുന്ന ഈ അയ്യപ്പ സംഗമം അത് ലോക തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് നിങ്ങളെ പോലുള്ള ആളുകൾ വരരുതെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്.